പ്രിയ സദസ്സ്, പുല്ലത്തറ ഏകതാ കലാകായിക സമിതിയുടെ 7ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് ശശി സ്മാരക നാടക നിലയം അവതരിപ്പിക്കുന്ന നാടകം കാണുവാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രേക്ഷക സുമനസ്സുകൾക്ക് സ്നേഹസ്വാഗതം. ഈ നാടകത്തിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നവരെ പരിചയപ്പെടുത്തട്ടെ. വർഗീസ് ഊക്കൻ, മുരളി എം മാനാട്ട്, രാജൻ കാരളം, CV കാരളം, ജയന്തി ശിവദാസൻ, KN സുരേഷ് കുമാർ, കുമാരി ശ്രീനന്ദ K രാജു, സുനിത നന്ദകുമാർ, സുജിത് NS കഴുത്താനി, ഷമീർ കാരളം, സുനിൽ താണിയത്ത് പുറത്തിശ്ശേരി, നന്ദകുമാർ മൂലയിൽ, കുമാരി നക്ഷത്ര. പശ്ചാത്തല സംഗീതം മധു പള്ളിപ്പാട്ട്. പാടിയവർ രഞ്ജിത്ത് കുറുമ്പിലാവ്, അപർണ കാശി. ദീപനിയന്ത്രണം റാഫി താളം. പശ്ചാത്തല സംഗീത നിയന്ത്രണം ശ്രീജിത്ത് ചെമ്മണ്ട. രംഗസജ്ജീകരണം സുജിത്, ഷമീർ, രാജൻ കാരളം, വേണു കുഞ്ഞുവീട്ടിൽ. കോസ്റ്റ്യൂംസ് RK ചെമ്മണ്ട. രംഗോപകരണങ്ങൾ വർഗീസ് ഊക്കൻ. നൃത്ത സംവിധാനം കുമാരി ശ്രീനന്ദ K രാജു. വസ്ത്രാലങ്കാരം ശാലിനി. രംഗപടം സുരഭില. സാങ്കേതിക സഹായം നവമിത്ര തൃശൂർ. നാടകരചന രവി തൈക്കാട്. ദൃശ്യരചനയും നാടക സംവിധാനവും വേണു കിഴുത്താനി. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കിയ ഏകതാ കലാകായിക സമിതിയുടെ നല്ലവരായ പ്രവർത്തകരോടും ഗുരുജനങ്ങളോടും നന്ദിയും സ്നേഹവും. സദസ്സിൽ നിന്നും പരിപൂർണ സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. പ്രിയരെ, കാട്ടുപ്രാക്കൂട്ട ചെറുകടിയൊച്ചയ്ക്കായി കണ്ണും കാതും തുറന്നു തരും മുമ്പ് ഒരു കൊച്ചു സ്വകാര്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ചരിത്ര പുസ്തകത്താളുകളിലെ അഹിംസാത്മക പോരാട്ടങ്ങൾ മാത്രമല്ല, ചോരച്ചൊരിച്ചലിന്റെ കണ്ണീർ ഗാഥകൾ കൂടിയുണ്ടതിന്. പിറന്ന നാടിനായി പോരാടിയ സന്താൾ ആദിവാസി ഗോത്ര വംശജരും കോറിവെച്ചിട്ടുണ്ട് ആ ചരിത്രത്താളുകൾക്ക് പിന്നാമ്പുറത്ത് രക്തസാക്ഷിത്വ മുദ്രകൾ. നിറഞ്ഞ ദേശാഭിമാനത്തോടെ സാദരം സമർപ്പിക്കട്ടെ കാട്ടുപ്രാക്കളുടെ കഥാസരിത് സാഗരം. കാട്ടുപ്രാക്കൂട്ടം. രചന രവി തൈക്കാട്. ദൃശ്യരചനയും നാടക സംവിധാനവും വേണു കഴുത്താനി.
ഏയ്, ധീരശാലികൾക്ക് ഭയമോ? പിറന്ന മണ്ണും കാടും സ്വൈരവികാരവുമല്ല സന്താൾ കുലത്തിൽ നിന്നും അകലാൻ ഇനി നാളേറെയില്ല മക്കളെ. ഈ സന്തോഷം നിലനിൽക്കണമെങ്കിൽ കച്ചകെട്ടി പോരിനിറങ്ങണം. വീരോടെയുള്ള പോരാട്ടത്തിന്. ആരാണ് മായയായി മുന്നിൽ? ബാഹാജി ചൊല്ലിത്തരാറുള്ള പഞ്ചഭൂതമാണോ? സന്താൾ മക്കളെ, നമുക്കായി കാതു തുറക്ക്. പിന്നെ പോകാ താഴ്വരയിലേക്ക് ചെവിയോർക്ക്. പോകായുടെ ആർത്തനാദം ശ്രവിക്ക്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തിന്റെ അടയാളമാണ്. വരാനിരിക്കുന്ന ദുരന്തം എന്തെന്ന് ചൊല്ലിൻ ദൈവത്താരെ. കറുത്ത കാടിനെ വെട്ടിപ്പിടിച്ച് വിളിപ്പിക്കാൻ വെള്ളക്കഴുകന്മാർ പറന്നിറങ്ങിക്കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കണം. വീരോടെയുള്ള പോരാട്ടത്തിനായി കച്ചകെട്ടി ഇറങ്ങണം. തെളിമയോടെയും പച്ചപ്പോടെയും പഞ്ചഭൂതം കാക്കണം. പോകാ മണ്ണിനെ ജീവൻ കൊടുത്തും സംരക്ഷിക്കണം. മൃഗവേട്ടയിൽ നിന്നും മാറി വെറുപിടിച്ച് കാടിളക്കാൻ കളമൊരുക്കുന്നവരുടെ നേർക്ക് വില്ലുകുലയ്ക്കണം. ശാന്തിക്കും സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടാൻ ഒരുങ്ങ മക്കളെ. അതിനായി എന്നിലെ ദിവ്യത്വം ഞാൻ നിങ്ങളിലേക്ക് പകരുന്നു. പോരാടി മരിച്ചാലും അത് വീരമൃത്യുവാണ് സന്താൾ വംശപരമ്പരയ്ക്ക്. മംഗളം മംഗളം മംഗളം. കേട്ടത് മാത്രമല്ലോ, നാടീഞ്ഞെരുമുകൾ പെരുകണ പോലെ എന്റെ നെഞ്ചെടുപ്പ് കൂടുന്നു. എന്നുള്ളിൽ ഒരു പുതുജീവൻ നിറയണ പോലെ. ഇനി അങ്ങോട്ട് പോരാട്ടം പ്രാണൻ കൊടുക്കേണ്ടി വന്നാലും. മനോഹരം. അയ്യോ വേണ്ട, അങ്ങയുടെ സോദരൻ പരൻ മഹാജൻ സാഹിബ് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ അകത്തേക്ക് വരും. ഇവൻ എന്തിനാണ് സ്വർഗത്തിലെ കട്ടുറുമ്പായി ഇവിടെ ചുറ്റിക്കറങ്ങുന്നത്? അവന്റെ വിശപ്പം നിന്നെ കൊണ്ട് മാറ്റാനായിരിക്കും. ആയിരിക്കും. ഏട്ടനും മനുഷ്യനും ഒരേപോലെ അവകാശപ്പെട്ടോളല്ലേ ഈ പാവം വേലക്കാരി. ഈ ഒരു അക്ഷയ പാത്രമല്ലേ. ഏട്ടനും അനിയനും മാത്രമല്ലല്ലോ, ഞങ്ങളെ തേടിയെത്തുന്ന വിശിഷ്ടാതിഥികൾക്കും നീ തന്നെയല്ലേ മാതിരി സ്വാദിഷ്ടമായ വിഭവം.
നിനക്കിന്ന് ജോലിയായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രത്യേക ദൂതുമായി ഉടനെ എത്തും. അയാളെ ആനന്ദസാഗരത്തിൽ ആരാടിച്ച നീ വിടാവൂ. എന്നാൽ ഇനിയുള്ള സുഗന്ധതൈലം പൂശി തയ്യാറാകട്ടെ. വേഗമാവട്ടെ. എന്തായിരിക്കും ഈ അടിയന്തര ദൂതിന്റെ ഉള്ളടക്കം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യം നാട്ടിൽ മാത്രമല്ല ഉൾക്കാട്ടിലേക്കും വ്യാപിപ്പിക്കാൻ പോകുന്ന രഹസ്യ വിവരങ്ങളാണ് ദൂതർ വഴി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആയിരിക്കും. സൂത്രശാലികളായ കമ്പനിക്കാർ കാട്ടുവിഭവങ്ങളെല്ലാം ഇനി ഊറ്റിവറ്റിക്കും. കുതിരകളിൽ നായാട്ടിന് വന്ന സായിപ്പന്മാരുടെ വെള്ളാരം കണ്ണുകൾ ആകക്കാടുകളിൽ ആർത്തിയോടെ പരതുന്നത് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചിരുന്നു, കാടും അവർ കൈക്കലാക്കുമെന്ന്. എന്തുമാവട്ടെ, അതും നമുക്ക് ഗുണകരമായാൽ മാത്രം മതി. കരുതലോടെ വേണം ഇക്കാര്യത്തിലുള്ള നമ്മുടെ ഇടപെടൽ. ഏതു നിമിഷവും നിറം മാറുന്ന തന്ത്രശാലികളാണ് വെള്ളപ്പട. കമ്പനിയെ കയ്യിലെടുത്ത് വിശ്വസ്ത വിധേയരെന്ന് തോന്നിപ്പിച്ച് നമുക്ക് വേണ്ടതെല്ലാം അവർ മുഖേന നേടിയെടുക്കാൻ കഴിയണം. പറയൻ, നമ്മുടെ നിലവിലുള്ള അധികാരങ്ങൾക്ക് കോട്ട തട്ടുവാനും ഇടവരുത്തരുത്. അതൊരു ഞാനിന്മേൽ കളിയാണ്. ഇപ്പോൾ ഗോഗ കാട്ടുമണ്ണിന്റെ അവകാശികൾ സാന്താൽ ഗോത്രക്കാരാണ്. അവർ നമ്മൾ രണ്ട് ജമീന്ദാർമാരുടെ അധീനതയിലുമാണ്. സാന്താലുകൾക്ക് നമ്മളോട് വിശ്വാസവും വിധേയത്വവും നഷ്ടപ്പെടുത്തുന്നതും അവിവേകമാണ്. അതെ, അത് തന്നെയാണ് നാം കളിക്കേണ്ട ഞാനിന്മേൽ കളി. അതാ കമ്പനി മെസ്സേജ് എത്തിക്കഴിഞ്ഞു. പോയി സ്വീകരിക്കും. തലകുലിച്ച് നിന്നേക്കാം, അല്ലെങ്കിൽ അത് മതി കമ്പനിയെ നമ്മൾ ബഹുമാനിച്ചിരുന്ന കുറ്റം തലയിൽ ചാത്തി തരാൻ. Thank you. I am Morris Fernand Ferre. അറിയാം. Good. മാപ്പാക്കണം. വരവ് മുൻകൂട്ടി അറിയിക്കാത്തതിനാൽ വിശിഷ്ടമായതൊന്നും കരുതുവാൻ കഴിഞ്ഞില്ല. അതെ. നോ പ്രോബ്ലം ലോഗൻ, ടൈം ഉണ്ടല്ലോ. ബൈ ദ ബൈ, കമ്പനി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. റിലേറ്റഡ് വിത്ത് ഫോറസ്റ്റ്. എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പാക്കണം എന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓർഡർ. Everything is in this order. മാധുരി, നീ വിശ്രമഭൂമിയിൽ വിശ്രമമായി കാത്തിരിക്കും. കൈനസ് ക്ഷീണമകറ്റാൻ ലൂട്ടനെ എത്തും. വെറും സ്നേക്കല്ല, രാജവെമ്പാല. Oh, very nice. സൈനസ്, സാന്താൽ ഗോത്രത്തെ മെരുക്കിയാൽ മാത്രമേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കാടെന്ന മോഹവും സാധ്യമാകൂ. അതത്ര എളുപ്പമല്ല കൈനസ്. അത് എളുപ്പമാക്കലാണല്ലോ നിങ്ങളുടെ ഡ്യൂട്ടി. പ്രായമായവരെയും സ്ത്രീകളെയും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വരുതിയിലാക്കാം. പക്ഷെ ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ അഹംഭാവികളും തന്റേടികളുമായ ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. റൈഫിളുകളും ബുള്ളറ്റുകളും വെള്ളപ്പട്ടാളത്തെയും അകമ്പടിക്ക് തരാം. ബുള്ളറ്റുകളെക്കാൾ മാരകമാണ് കൈനസ് അവരുടെ അമ്പുകൾ. ഏറ്റുമുട്ടൽ അവസാന പോംവഴിയായി മാത്രമേ സ്വീകരിക്കാവൂ. അടവും ചതിയുമാണ് ആദ്യം പ്രയോഗിക്കേണ്ടത്. ഈ കമ്പനി ഓർഡർ അനുസരിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? അതെന്ത് ചോദ്യമാണ് കൈനസ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അനുസരിക്കാൻ ബാധ്യസ്ഥരായ അടിമകളല്ലേ ഞങ്ങൾ, സാരംഗത്താനിലെ ജമീന്ദാർമാർ, വിനീതദാസന്മാർ. Don't forget that. രാജവെമ്പാല വിശ്രമമുറിയിൽ അങ്ങേ കാത്തിരിക്കുന്നു. ഓ, താങ്ക് യു, താങ്ക് യു. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. പുരോഹിതൻ എന്നാ പറഞ്ഞേ, നടത്തി വരണോ? വരാൻ പറയൂ. ഇവച്ചുകളൊക്കെ സഭാമണ്ഡപത്തിലേക്ക് കയറ്റി വിടേണ്ടതുണ്ടോ? വേണം. അതും ഒരു ഞാണിന്മേൽ കളിയാണ്. ജീനിയസ് ഓഫ് സാന്താൽ ഗോത്ര, പുരോഹിതൻ ബാഹാജി. ഓ, ജീനിയസ്. എന്താ ബാഹാജി ഈ അപ്രതീക്ഷിത ആഗമനോദ്ദേശം? പറഞ്ഞാട്ടെ, സായിപ്പിന് നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാകില്ലെന്നേ. ഭോഗ്നാക്കാട്ടിലെ ദൈവത്താർ പഞ്ചഭൂതത്തിന്റെ ആപത്ത് വെളിപാട് അടിയങ്ങൾക്കുണ്ടായിരിക്കുന്നു. എന്ത് വെളിപാട്? കാട് കൊള്ളയടിക്കാൻ വെള്ള കഴുകന്മാർ കാട്ടിലേക്ക് പറന്നിറങ്ങുന്നുവെന്ന്.
ചെറുത്തു നിന്നും പോരാടിയും ആ നീക്കത്തെ നേരിടണമെന്നാണ് പഞ്ചഭൂത ദൈവത്താരുടെ കൽപ്പന. കാട് കൊള്ളയടിക്കാൻ വരുന്ന വെള്ളപ്പരിശകളിൽ നിന്നും ഏങ്ങളെ രക്ഷിക്കണമെന്ന് ജമീന്ദാർ സാഹിബ്മാരോട് അപേക്ഷിക്കാനാണ് അടിയൻ വന്നത്. അടിയങ്ങളെ കൈവിടരുത്. കഷ്ടം ബാഹാജി, കഷ്ടം. പഞ്ചഭൂത ദൈവത്താർ വലിയ ആള് തന്നെ. പക്ഷെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തോ തെറ്റിദ്ധാരണ പറ്റി പോയിരിക്കുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കാട് കയ്യേറാനോ കൊള്ളയടിക്കാനോ അല്ല. ആദിവാസി ഗോത്രക്കാർക്ക് നാട്ടിലേക്കും ഉൾക്കാട്ടിലേക്കും പോക്കുവരവിന് ഒരു പാത വെട്ടിത്തന്ന് സഹായിക്കാനാണ്. പാതയോ? എങ്കക്ക് എന്തിനാണ് മറ്റൊരു പാത? ഒറ്റയടി വെച്ചാണെങ്കിലും എങ്കക്ക് പോകാനൊരു പാതയുണ്ടല്ലോ, അത് മതി എങ്കക്ക്. പോരാ ബാഹാജി, നിങ്ങൾക്ക് എന്തെങ്കിലും ദീനം പിടിപെട്ടാൽ ജീവൻ രക്ഷിക്കാൻ പാത്തിക്കിയെത്തണ്ടേ? എത്താനായി ശകടം വേണം, അതിന് പാത വേണം. നാടും കാലവും പുരോഗമിക്കുമ്പോ കാടിനും വേണ്ടേ ഒരു പുരോഗതി. മനസ്സിലായി സാഹേബ്, മനസ്സിലായി. ഈ അപേക്ഷകന്റെ വാക്കുകൾക്ക് ഉശിരി കൂടി പോകുന്നുണ്ടെങ്കിൽ പൊറുക്കണം. ഈ പറഞ്ഞതൊന്നും മേങ്കക്ക് വേണ്ട സാഹേബ്. മേങ്കക്ക് കാട് കാടായി തന്നെ നിലനിന്നാൽ മതി. കാടിനെ നാടാക്കാൻ കാട്ടകത്തേക്ക് കാലുകുത്തിയാൽ കടന്തൽ കൂട്ടുകടകൾ, സാന്താൾ ഗോത്രത്തിലെ കാട്ടുകടന്നുകൾ. ആദിയും പരവേശവും കൊണ്ട് തല ചുറ്റും പോലെ സായിപ്പന്മാരുടെ നീക്കങ്ങൾക്ക് ജമീന്ദാർമാർ നിസ്സംഗത പാലിച്ച് അവർക്കൊപ്പം കൂടുന്നു. ഇതറിഞ്ഞ് മക്കളൊക്കെ തീ പിടിച്ച കാട് പോലെ ഉള്ളം കത്തി നടക്കുക. ഇനി അങ്ങോട്ട് ശാന്തിയും സമാധാനവും ഒക്കെ ഈ കാട്ടുമണ്ണിന് അന്യമാകും. ഓജാജി, മക്കളെ വിളിച്ച് കാര്യമായി നോദണം. ജമീന്ദാർമാരോടുള്ള പക അവർക്ക് കൂടി വരികയാ. കൃഷി ഇറക്കാൻ നമ്മൾ വാങ്ങിയ പണവും പലിശയും ഇനി തിരിച്ചു കൊടുക്കണ്ടെന്നാ അവര് പറയണത്. എന്നുള്ളത്തിലും അത് തന്നെയാ വേണ്ടതെന്നാ തോന്നണേ. തോന്നാൻ എളുപ്പാ. കാലം കെട്ട കാലത്തൊക്കെ നമ്മുടെ കൂട്ടർക്ക് അവര് ചെയ്തതൊന്നും നല്ലതൊക്കെ മറന്നു കാട്ടിയ മലദൈവങ്ങളെ പോലും പൊറുക്കോ? പറ ഓജാജി. ഇതൊക്കെ ഞാനും അവരോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. പലിശയും കൊള്ളപ്പലിശയും കൊടുത്തു കൊടുത്തു മുടിഞ്ഞ് ദുരിതം പേർന്ന സ്വന്തം വർഗത്തിന്റെ വേദന ഓജാജി കാണാത്തത് എന്ത് എന്നാ അവരുടെ മറുചോദ്യം. മുണ്ടാട്ടം മുട്ടി കുത്തിയിരുന്നു ഈ ഉള്ളവൻ. ചോദിച്ചത് മറ്റാരുമാകില്ല, അവർ തന്നെയാകും സിദ്ധുവും കാനോയും. ദൈവത്താരുടെ അരുളപ്പാടിന് ശേഷം എന്തോ ഒരു ദിവ്യത്വം പൊടുന്നൻ അവരിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഒപ്പത്തിന് തന്നെയാ ഞങ്ങളുടെ രണ്ട് പെങ്കിടാങ്ങളും. അപ്പനായ നീങ്ക അത് നോക്കുന്നുണ്ടോ? ഗോത്രാചാര പ്രകാരം കെട്ടിച്ചു വിടേണ്ട പ്രായം കഴിഞ്ഞ പെങ്കിടാങ്ങള് അമ്പും വില്ലും മഴവും ഒക്കെയായി ഒപ്പത്തിനൊപ്പം വീറോടെയല്ലേ നടപ്പ്. നടക്കട്ടെ ജമുന, ആ നടത്തം നമ്മുടെ മനം കുളിരുന്ന ശേലുള്ള കാഴ്ചയല്ലേ. അല്ലെങ്കിൽ തന്നെ സിദ്ധുവും ഗാനോയും പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും തെറ്റെന്ത്? പലിശക്കാരും ഇടയിൽ നിൽക്കുന്ന ജമീന്ദാർമാരും കാലാകാലങ്ങളായി കാട്ടുമക്കളെ മുടിപ്പിക്കണമെന്ന് മനസ്സിലാക്കിയിട്ടും ഏനോ നീങ്ങളോ അതിനെതിരായി വാ തുറന്നിട്ടുണ്ടോ? എന്നാലിപ്പോ സാന്താൾ മക്കൾ ഉണർന്നിരിക്കുന്നതിൽ സാന്താൾ ഗോത്രം ഒന്നാകെ അഭിമാനിക്കണം. ദൈവത്താരുടെ അനുഗ്രഹം. ബാഹ മാത്രമല്ല ജമുന, ഈ ബോഗ കാട്ടുമണ്ണിലെ മുഴുവൻ സന്താളുകളെയും വിളിച്ചു കൂട്ടിയാലും അവരൊക്കെ ഒരേ ശബ്ദത്തിൽ പറയും, ഈ വഴിയും വാക്കുകളുമാണ് ശരിയെന്ന്. ഓജാജി, പെറ്റിട്ട പെണ്ണിന്റെ ആദ്യമൂത്ത അപേക്ഷയാണ്. അവര് ലഹളയ്ക്ക് പോകുന്നത് തടയണം. നാളെ എങ്ങടെ മക്കളാവേണ്ടവരവര്. പൂനോക്കും ജാനോക്കും മംഗലച്ചരട് കിട്ടേണ്ട എങ്ങടെ മരുമക്കള്. ആദിപ്പെടാതെ ജമുന. ആദിപ്പെടട്ടെ ഓജാജി. എല്ലാവരും ഇവിടെ പോലെ അവരവരിലേക്ക് തന്നെ തിരിഞ്ഞി അവസാനം നിൽക്കണമെന്ന് ഒലിച്ചുപോയി. കാലുകൾ മണ്ണിൽ തൊടാൻ കഴിയാതെ വരുമ്പോ അന്ന് വലിയ വായിൽ കാറിയിട്ട് എന്ത് കാര്യം? മഹാപുരോഹിത, ബലിപൂജയ്ക്ക് മുമ്പ് ഗോത്രക്കൂട്ടത്തെ വിളിച്ചു ചേർക്ക്. വരും വരാഴികളുടെ പവിഴവും പതിരും ചേറ്റട്ടെ. ചേറ്റിക്കിട്ടുന്നത് സമാധാനമെങ്കിൽ സമാധാനം, യുദ്ധമെങ്കിൽ യുദ്ധം.
സിദ്ധുവും കാനോയും പരിന്തിനെ എഴുതി വീട്ടി അമ്പിൽ കോർത്ത് സന്ദേശം എഴുതി ജമീന്ദാർ മണ്ഡപത്തിൽ എഴുതി തറപ്പിച്ചു. ആ കൊള്ളപ്പലിശയ്ക്കായി സാന്താളൂരിൽ കാല് കുത്തരുന്ന സന്ദേശം. ആരോട് ചോദിച്ചിട്ട് അവരിത് ചെയ്തത്? ആരാ അനുവാദം കൊടുത്തത്? അനുവാദം കൊടുത്തത് ഞാൻ. അതെ, കാട്ടുമക്കളുടെ അധ്വാനമാണ് ജമീന്ദാർമാരുടെ സമ്പത്ത്. ആ സമ്പത്ത് അത് ഉണ്ടാക്കി കൊടുത്ത നമ്മൾക്ക് തന്നെ കൊള്ളപ്പലിശയ്ക്ക് കടമായിട്ട് തരണത്. അവര് കൊടുത്തയച്ച ഭൂമിമാനം കണ്ട മുതലും വട്ടിയും കിട്ടാത്തവരുടെ പേരുകളും കണക്കുകളും മുറപ്രകാരം അതൊക്കെ കൊടുത്തില്ലെങ്കിലുള്ള പൊല്ലാപ്പും എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ച ഓക്കും പിടിച്ചോണ്ട് വെള്ള പോലീസാ അതൊക്കെ പിരിച്ചെടുക്കാനും വിചാരണയ്ക്കും വരണേ. അക്കൂട്ടത്തിലുണ്ട് നിങ്ങളുടെ കളവും. നിങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്നാൽ എങ്ങനാ? ആ ജമീന്ദാർമാരെ കണ്ട് സങ്കടം പറഞ്ഞ ചിലപ്പോ ഒരളവെങ്കിലും കിട്ടൂലേ? യമുന, ഒരു വട്ടം പല വഴിക്കും നമ്മുടെ ദുരിതവും സങ്കടവും ബോധ്യപ്പെടുത്തിയതാ. അന്ന് കിട്ടിയ ആശ്വാസം എന്താണെന്നറിയോ? എന്നാ നീങ്ങളും ചാവാൻ ഒരുങ്ങിക്കോന്ന അലറി പറഞ്ഞത്. ഇനി മേലത് കേക്കണ. ജമുന, നിന്റെ ആദി മൂക്കാനോ സങ്കടപ്പെടാനോ ചൊല്ലണതല്ല. ആ പലിശക്കാരെയും ജമീന്ദാർമാരെയും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒളിഞ്ഞും തെളിഞ്ഞും കൊല്ലും കൊലയും നടത്തിയിട്ട് അതൊക്കെ നമ്മുടെ ദൈവങ്ങൾ അരിശം തീർത്തതാണെന്ന പഴിയും ചാരി ഞെളിയും. അങ്ങനെ എത്ര ചാവുണ്ടായിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ നെഞ്ചിൽ വെച്ചിട്ടാണോ മക്കളെ എതിരിടാൻ വിടുന്നത്? തെറ്റ്. തടസ്സം നിന്നില്ല എന്നത് നേരെ. സാന്താൾ ഗോത്രത്തെ രക്ഷിക്കാൻ. മക്കളുടെ ഉയിര് പോയാലും നിങ്ങൾക്ക് വലുത് ഗോത്രല്ലേ? ഗോത്ര പുരോഹിതൻ അങ്ങനെയാകാനേ പാടുള്ളൂ. എന്നാല് ജമുന മക്കളെ പെറ്റതും പോറ്റിയതും കാടകത്തെ ഏതെങ്കിലും കയക്കുഴിയിൽ ആരാന്റെ കയ്യാൽ ചത്തൊടുങ്ങി കിടക്കാനല്ല. കാടകം കാക്കണ ആദ്യ പിതാക്കളുടെ അനുഗ്രഹത്താൽ മംഗളം ചാർത്തി അതിനുണ്ടാകുന്ന കാട്ടു പൈതങ്ങളുടെ ഇടിപ്പും തുടിപ്പും കാണണം. ഈ കാടകം കേൾക്കണം. അല്ലാതെ ചാവേറുകളെ പെറ്റുപോറ്റി എന്ന പഴി കേൾക്കാനല്ല. കുട്ടിയില്ലാത്ത കാട്ടുപെണ്ണിന്റെ പൂതി. അതിനിടവരുത്തുന്നതിന് മുമ്പ് മക്കൾക്ക് എന്തെങ്കിലും ദുരന്തം വന്ന അന്നത് പൊറുക്കാൻ മനസ്സുണ്ടാവില്ല. കാണാൻ ജമുനയ്ക്ക് കണ്ണുകളും ഉണ്ടാവില്ല. ഇരുട്ടാകും. ഈ കാട്ടുകളവയുടെ കണ്ണിലെന്ന് കാട്ടിലെ കൂരിരുട്ട്. നമ്മുടെ പൂലോട് ഞാനോട് ശബ്ദമല്ലേ കേട്ടത്? അയ്യോ തൊടല്ലേ. ആരെങ്കിലും മാരണം ചെയ്ത് വെച്ചതായിരിക്കും. നമുക്ക് ഓജാജിയെ അറിയിക്കാം. ഓജാജി ചൊല്ലും. ഇത് തന്നെ ലൊക്കേഷൻ ഇവിടെയുണ്ട്. ഈ പരിസരത്ത് തന്നെയുണ്ട്. പോയി സെർച്ച് ചെയ്യേ. ഓ കാട്ടുമക്കൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമല്ലത്. സായിപ്പുമാർ സന്ദേശം കൈമാറുന്ന യന്ത്ര വയർലെസ് എന്ന് പറയും. നിങ്ങൾ ഈ കാണിച്ച അവിവേകത്തിന് അപകടത്തിന്റെ സൂചനയുണ്ട്. ഇത് എവിടെയായാലും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിലൊന്ന് അമർത്തിയാ മതി. മക്കളെ, നമ്മുടെ സിദ്ധുവിന്റെ കാനോന്റെ ശബ്ദം പേരല്ലേ കേട്ടത്? അവരുടെ നീക്കങ്ങൾ കണ്ടുപിടിക്കാനുള്ള യന്ത്രമാണിത്. പുറകെ ഉണ്ടാവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സായിപ്പുമാർ. ഒരുപക്ഷെ പിടിക്കപ്പെടാം. പിടിച്ചാൽ പുരോഹിത ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടറിയണം.
ചൂര് മണക്കുന്നുണ്ട്. മക്കളെ, കാട്ടുമക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഒച്ച വച്ച് ഓടി നടക്കണ നമ്മുടെ സിദ്ധുവിനും കാനോക്കി ഒരു ദുരന്തം വന്ന അത് കാട്ടുമക്കളുടെ ആകെ ദുരന്തം. ഒരു എത്തും പിടിയും കിട്ടാതെ അപ്പന്റെ തല പരിക്കട്. ജാനി കുതിക്കണം പൊന്നാമരയിലേക്ക്. ഞങ്ങളുടെ സിദ്ധുവിനെ കാനോന്റെ ജീവൻ കാക്കണം. വാ പോകാം വേഗം. അവരെ കാക്കാൻ അവർക്കറിയാം. ദിവ്യത്വം കിട്ടിയ കരുത്തുള്ള കരിങ്കുട്ടികളെ അവര്. നീങ്ങളും വെറും പെങ്കിടാങ്ങള്. എങ്ങടാ എടുത്തുചാട്ടം? കാട്ടുപെങ്കിടിയാ കരിങ്കുട്ടികളുടെ കാവൽമാരാ. നാം പോകും. അമ്മ അമ്പും വില്ലും മൂർച്ച വെച്ച മഴവും ഇത്രയും കാലം ഇരക്ക് വേണ്ടിയായിരുന്നു. ഇനി അത് നീതികേട് കാട്ടുന്ന വേട്ടക്കാർക്ക് നേരെയാകട്ടെ. അമ്മ നാങ്കി ഓർത്ത് വീണി കണ്ണീലി അത് ഈ കാടകത്ത് ഒരമ്മമാരിൽ നിന്ന് വീഴാൻ പാടില്ല. ആ കണ്ണീര് കൊണ്ട് ബോഗ്ന കാട്ടുമണ്ണ് കുതിരാൻ പാടില്ല. അതിനാണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല. പെണ്ണിന് ചങ്കുറപ്പുണ്ടാവണം. ആണിനെ പോലെ പെണ്ണിനും നെഞ്ചകത്ത് ചോര തിളക്കണം. മതി, നിർത്ത്. പെങ്കിടാങ്ങൾ ആൺകുട്ടികളെ പോലെ വളർത്തി വലുതാക്കിയതിന്റെ തുരിശവും കണ്ട് ഉരിയാടാതെ നിൽക്കണം. നീ ഇവരുടെ അപ്പനല്ലേ? ഇവർ നിങ്ങളുടെ മക്കളല്ലേ? അതെ, സ്വന്തം മക്കളെ മാത്രം ചിറകിനടിയിൽ ഒളിപ്പിച്ച് കാവലിരിക്കേണ്ടവനല്ല ഗോത്രപുരോഹിതൻ. ഒരു ഗോത്രത്തെ മുഴുവൻ നെഞ്ചോട് ചേർത്ത് നിർത്തി സംരക്ഷിക്കണം. അതിനായി പോരാടാൻ ഇറങ്ങുന്നവരെ വിലക്കുന്നത് ധർമ്മവിരോധം. അതിലെന്ന് ആണെന്നോ പെണ്ണെന്നോ തിരിവില്ല. അതാണ് ആദിപിതാക്കൾ ഓതിത്തന്ന പുരോഹിത മന്ത്രം. പാലിക്കണം. മക്കളെ, നിങ്ങളാലാവും വിധം വീറോട് ഉന്നം പിഴയ്ക്കാതെ തൊടുത്ത് മുന്നേറ്. കാടകം കാക്കണം പഞ്ചഭൂതങ്ങളെ, മല കാക്കണ ദൈവത്താരെ, എങ്കട പൈതങ്ങളെ കാക്കണേ. വേണ്ട, നാങ്ക ഊരിൽ പോണ നേരത്തെ വെള്ളപ്പന്നികൾ കാട് മേയാൻ പറഞ്ഞെങ്കിലാ നാങ്ക എങ്ങോട്ട് പോണില്ല. നാളെ കിഴക്ക് വെള്ള വീണവരെ നാങ്ക ഈ കാടിന് കാവലാ. പശിയെടുക്കാൻ എന്ത് ചെയ്യും? പശിയടക്കാൻ പാടണം. ചെമ്മാനത്തെരുവിൽ
പേടിച്ചു മുളണ പെണ്ണാളി രണ്ട് പുലിക്കുട്ടികൾക്ക് തുണ പേടമാനികൾ. എല്ലാ പുലികളും ആണല്ല, മാനികളെല്ലാം പെണ്ണുമല്ല. ആൺമാനികളുണ്ട്, പെൺപുലികളുമുണ്ട്. തിന്നാനുണ്ടാക്കി പാവരിച്ച് കാത്തിരുന്നാ മതി പെണ്ണാടുകൾ. ഇരതാടാനും കാടുകാക്കാനും ആൺകരുത്തിന് മുന്നിൽ ഓ പാതിരക്കോഴി കൂവുന്നതിന് മുമ്പ് പോയി കുടിവെച്ച്. കൂരയ്ക്കുള്ളിൽ ചിതലരിച്ച് മരപ്പാവിയായിരിക്കുന്നവളല്ല പെണ്ണാളുകൾ. ഈ പെണ്ണാളുകൾ അന്ന് പൊന്നാമലയിൽ വന്നപ്പോൾ നിങ്ങൾ ചോദിക്കരുത് എന്ത്? ഇപ്പൊ നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിച്ചത് അന്ന് പൊന്നാമലയിൽ വന്നപ്പോൾ ചോദിക്കാതിരുന്നത് എന്ത്? അപ്പോൾ ഈ ആൺകരുത്തുണ്ടായില്ലല്ലോ. ആണൊരുത്തന്റെ ശക്തി അവന് നിഴലായി കൂടെ ഉണ്ടാവുന്ന പെണ്ണാളാണ്. നാണിച്ചു കുഞ്ഞ് കാലകം കൊണ്ട് ചിത്രം കോരാ മാത്രമല്ല, അമ്പേഴ് വീഴ്ത്താനും അറിയ പെണ്ണൊരുത്തിക്ക്. ഇപ്പൊ ബോധിച്ച ഇനി പശുമൂത്ത് തളർന്ന ആൺകരത്തിന് വേണ്ടത് കാട്ടുതേനോ കാട്ടുതല്ലിക്ക്. എന്താ ചെയ്യണ്ടേ? ആദ്യം വേണ്ടത് മനക്കെട്ടി, ചങ്കുറപ്പ്, അമ്പ് വിചാരിച്ചെടുത്ത് തറയ്ക്കണമെന്ന ഉറച്ച ബോധം. ആഞ്ഞു വീശുന്ന കാറ്റിനെ പോലും വെട്ടിമാറ്റി അമ്പ് വേണ്ടവർ തന്നെ കുത്തി തൊളയണം. ഇരു പൊടുന്നനെ വീണ് പെടയണം. ആദ്യ പ്രാണൻ വെടിഞ്ഞതിന് പൊക്കിയെടുത്ത് വരുന്ന ചേല് നീங்க കണ്ടിരിക്കണം. ആ കണ്ടിരിക്കണേ സിദ്ധുവിന്റെ കാനോന്റെ വരവാ ഞങ്ങള് കണ്ടിരിക്കണത്. ആ വരവ് ഒരു ചേലുള്ള വരവ് തന്നെയാണ്. അല്ല, അവരുടെ പെണ്ണാളാവേണ്ട നിങ്ങളും കേമത്തികളാ. ഉന്നം പിടിക്കുന്ന ചൂത്രം ചൊല്ലിത്താ. മനമിളകാതെ ഒത്തു നിർത്തണം. മിടിപ്പ് കൊണ്ട് ദൂരം കണ്ട് വില്ല വരയ്ക്കണം. ഏരയുടെ മർമ്മത്തന്നെ കൊള്ളും, ഉറപ്പാ. തമ്പോരടി കേൾക്കുമ്പോഴും നെഞ്ചെടുപ്പ് കൂടണല്ല ദൈവങ്ങളെ. അതിന് മൂത്തമ്മതിന് പേടി കൊണ്ട് കേൾക്കണത് എന്തിനാ? വരണത് കാട്ടുപന്നികളൊന്നും അല്ലല്ല. കാട്ടുപന്നികളാണെങ്കിൽ അമ്പും മില്ലും കൊണ്ട് നേരിടാം, നിലയ്ക്ക് നിർത്താം. ഇത് കാട് നിറഞ്ഞ് കാട്ടുമക്കളെ ചുടുചോര കുടിക്കണം രാക്ഷസ പന്നികളാ വരണത്. കൊള്ളപ്പലിശ പിരിക്കാനും പിടിച്ചു പറിക്കാനും. അപ്പൊ ആദ്യം അമ്പ ചെയ്ത് വീഴ്ത്തേണ്ടത് ആ രാക്ഷസ പന്നികളല്ലേ? പതുക്കെ പറ, വരണത് ജമീന്ദാർമാരാ. അവരെങ്ങാൻ കേട്ടാൽ പൊരുളറിഞ്ഞ് വീണ്ടും വീണ്ടും വീറോടെ മിണ്ടിക്കൊള്ളണം. അപ്പനും കണക്കാം, മക്കൾ അതിനേക്കാൾ. ഞാനൊന്നും പറയണില്ല. അവരെങ്ങാൻ ഈ കൂരയ്ക്ക് മുമ്പിൽ വന്ന നീങ്ക തന്നെ പറഞ്ഞു നിന്നേക്കണം. ഏനെ കൊണ്ട് വയ്യ. വാ പെണ്ണെ. പേടിച്ച് കൂരയ്ക്കുള്ളിലൊതുക്കാൻ ഏനില്ല. കുട്ടിയെറിയിപ്പുകാരോട് ചണ്ടയ്ക്കും തർക്കത്തിനും അപ്പനും മോളും നിന്ന പിന്നെന്താ വേണ്ടെന്ന് ജമുനയ്ക്കറിയാം. നീയും കുഴലെടുത്ത് കൂട്ടത്തെ വിളി. അതും കഴിഞ്ഞ് ചെന്നറിയിക്കണം ഓരോ കൂട്ടത്തിലും. കരം പിരിക്കാൻ വരുമ്പോ
പേടിച്ച് തലകുനിച്ചാരും കരഞ്ഞു നിൽക്കരുതെന്ന്. ചങ്കുറപ്പോടെ ഒന്നിച്ചു നിൽക്കാൻ പറയും. പിന്നെ വരുന്നത് എന്താണെങ്കിലും നോക്കാൻ ഇവിടെ ആളുണ്ട്. കൂട്ടത്തെ വിളി. സാന്താൾ ഗോത്ര ഗ്രാമവാസികളുടെ പ്രത്യേക അറിയിപ്പിലേക്ക്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏർപ്പെടുത്തിയ വനനിയമ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് ഈ കാടിന്റെ ചുമതല വഹിക്കുന്ന സാരംഗസ്ഥാൻ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി കമ്പനി ഉത്തരവിട്ടിരിക്കുന്നു. കാട്ടിലെ വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വനവാസികൾക്ക് പുതിയ നികുതി ചുമത്തുന്നതായും ഇവിടെ ഇനി മുതൽ സംരക്ഷിത വനമായി കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇവിടെ കൃഷിയിട്ട് വിളവെടുപ്പ് നടത്തിയിട്ടും ഉടമകളിൽ നിന്നും വാങ്ങിയ വായ്പയും പലിശയും കുടിശ്ശിക വരുത്തിയവർ ആയത് ഉടൻ പിഴപ്പലിശ സഹിതം കൊടുത്തു തീർക്കണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു. കമ്പനി നിയമം ലംഘിക്കുന്നവർക്ക് കർശനമായ ശിക്ഷയും മേൽ നടപടികളും സ്വീകരിക്കുന്നതാണ്. ജമീന്ദാറുമാരും തുക വസൂലാക്കേണ്ട അധികാരികളും ഗ്രാമയോഗങ്ങളിൽ ഇതാ പങ്കെടുക്കുകയായി. കെട്ടി നിറഞ്ഞു നിൽക്കുന്ന അരിശം വെട്ടിത്തീർക്കുന്നത് മരക്കമ്പിനോടോ? ആളിക്കത്തുന്ന അരിശ ഉള്ളില് കേട്ടില്ലേ? ഗോത്രത്തിന്റെ കൂടിയാലോചനകളിൽ പോലും അധികാരികളും ജമീന്ദാർമാരും അധികാരത്തോടെ ഇടപെടുമെന്ന്. ഒരു നാട്ടധികാരിയെയും ഗോത്രയോഗങ്ങളിൽ കയറിക്കൂടാൻ അനുവദിക്കരുത്. അവകാശം ഗോത്രാധികാരികൾക്ക് മാത്രം. ആ പഴയ മാമൂലുകൾ കാടിറങ്ങി. പകരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുതിയ നിയമ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്ന് പെരുമ്പറ മുഴക്കിയിട്ടും അതിനൊന്നിനും ഈ കാട്ടുമനസ്സിൽ ഇടം കിട്ടിയില്ലേ? പാലിച്ചിരിക്കണം എല്ലാവരും. അത്തരം നിയമങ്ങളുടെ പിൻബലം കൊണ്ട സാരംഗസ്ഥാൻ ജമീന്ദാർ ജോഗൻ മഹാജൻ ഈ പുലിമടയിൽ ഒറ്റയ്ക്കെത്തിയത്. കാട്ടിൽ കാട്ടുവാസികൾക്ക് ഒരു നിയമമുണ്ട്, നീതിയുണ്ട്. അവരത് പറ്റി ജീവിക്കുന്നവരാ. അതാണ് ഗോത്രക്കരുത്തും. നീതിക്ക് നിരക്കാത്ത നിയമങ്ങൾ പടച്ചുവിട്ട് കാടു കയ്യേറാനും കാട്ടുവാസികളെ വരുതിയിലാക്കാനും ഇറങ്ങുന്ന വെള്ളപ്പണ്ടാരങ്ങളുടെ മേൽ സാന്താൾ പോരാളികളുടെ അമ്പു തുളഞ്ഞു കയറാത്ത ഒരു ഈട്ടം പോലും കാണില്ല. ഇത് കാട്ടുമക്കളുടെ മുന്നറിയിപ്പാ. മുന്നറിയിപ്പുകൾ പലവട്ടം പലതരത്തിൽ കേട്ടു തള്ളിയതാ. മുൻപൊരിക്കൽ സഭാമണ്ഡപത്തിൽ വന്നൊരു മുന്നറിയിപ്പ് തന്നു നീ. അന്ന് അവിടെ വെച്ച് അപ്പോൾ തന്നെ നിന്നെ തീർക്കാമായിരുന്നു. പാവങ്ങളായിരുന്ന നിന്റെ പൂർവ്വ പിതാക്കന്മാരോടുള്ള സ്നേഹാദരവ് മൂലം ഞങ്ങൾ ഒരു ഔദാര്യം തന്നതാ. പിന്നെ സഭാമണ്ഡപ ചുമരിൽ ഒരു സന്ദേശം കുറിച്ചു വെച്ചു. ആരും കാണാതെ അൽപായുസ് വധിക്കുന്ന ഒരു പറ്റം സാന്താൾ താന്തോന്നികൾ. ഇതൊക്കെ ഒന്ന് ഭയപ്പെടുത്തി നോക്കുന്നതാ. കരമടയ്ക്കാതിരിക്കുന്നതിനും വായ്പയും പലിശയും തിരിച്ചടയ്ക്കാതിരിക്കുന്നതിനുമുള്ള അടവ് നിന്റെ പുരോഹിത ബുദ്ധി തന്നത് തിരിച്ചു തരാൻ അടവിറക്കേണ്ട സന്താനങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ കൈപ്പറ്റിയതിനേക്കാൾ 10 മടങ്ങ്. അന്നത്തിനു വേണ്ടി കാട് താണ്ടി കിട്ടുന്ന കാട്ടുസമ്പത്തും കാട്ടുമക്കളുടെ അധ്വാനവും നിങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നില്ലേ? അതിന്റെയൊക്കെ അളവും വിലയും തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ കൈ കുഴയും. ഇതൊക്കെ ആചാരങ്ങളും കീഴ്വഴക്കങ്ങളുമാണ്. ഇതും ഇനിയും തുടരണം. അതാണ് സായിപ്പന്മാരുടെ നിയമം. അത് ലംഘിച്ചാൽ കൂട്ടത്തോടെ കത്തൊടുങ്ങും. സായിപ്പന്മാരോട് ഒട്ടിച്ചേർന്ന പങ്കുപറ്റി കാട്ടുവാസികളുടെ സ്വൈര ജീവിതത്തിന് മുറിവേൽപ്പിക്കാൻ വന്നാൽ അത് ഏറ്റുവാങ്ങി സ്വതന്ത്ര ജീവിതവും ആത്മാഭിമാനവും നഷ്ടപ്പെട്ടാൽ പിന്നെ സാന്താളുകളില്ല. നിലനിർത്താനായി കാട്ടുമക്കൾ പൊരുതും, ചെറുക്കും. നീച്ചലായി ഉച്ചിമേലെ തട്ടുമ്പോ മല ദൈവങ്ങൾ ഇറങ്ങി വന്ന് കരുണ കാട്ടും. കാറ്റായി വന്ന് തലോടി കടന്നു പോകും. അതൊരു കുളിര, സന്തോഷ കുളിര്. അതുപോലല്ലത് വെള്ളവരിയന്മാർ ദുരന്തം വരുത്തി വെക്കാൻ ഇറങ്ങിയ എങ്കടെ മക്കൾ ചൊല്ലിയ പോലെ പ്രായം നോക്കാതെ ചെറുക്കും. മരണം കണ്ടുകൊണ്ട് തന്നെ. അത് തന്നെ കാണേണ്ടി വരും. ശത്രുവിന്റെ ശക്തി അറിയാതെ എതിരിടാൻ ഇറങ്ങിയാൽ മരണം തന്നെ. ചണനൂല് കെട്ടി വളർച്ച മുളങ്കമ്പും അറ്റം കൂർത്ത മറ്റൊരു കമ്പും
അലുകുതേന്റെ മഴവുമായി സായിപ്പന്മാരുടെ തോക്കിനെയും പീരങ്കയെയും എതിരിടാൻ ഇറങ്ങിയ മറ്റെന്ത്? കേട്ടു നിർത്താനാവില്ലേ പരിഹാസം? കാട്ടുമക്കളുടെ ജീവനും ദേഹവും ദാഹവുമാണിത്. ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും, യമുനയായിട്ട് തന്നെ. യമുന തന്നത് തിരിച്ചു കൊടുത്ത സാന്താളുകൾക്ക് ശീലം. ഒരിക്കൽ നിങ്ങൾ എന്റെ ജീവൻ ഔദാര്യമായി തന്നു എന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ തിരിച്ചൊരു ഔദാര്യം കൈപ്പറ്റി പോകാം. ഞങ്ങളൊന്ന് അമർത്തി മൂടിയാൽ അമ്പു തുളഞ്ഞു കയറിയ നെഞ്ചിക്കൂട് തകരും. ഇരുന്നുവെന്ന പല്ലക്കിൽ കിടന്നു പോകേണ്ടി വരും. അമാരന്മാർ നിന്ന് മുഷിയുന്നതിന് മുമ്പ് പോ. അനുവാദമില്ലാതെ അവസരത്തിനൊത്ത ആയുധമെടുക്കാൻ ആരുടെയും അനുവാദം വേണ്ട മോളെ. യമുന, നീ കണ്ടെത്തിയത് നിന്നിലെ ശരി. ഈ കാടകത്തിന്റെ നേരവകാശികളായ എന്റെ സാന്താൾ മക്കളെ, നമ്മൾ ഒന്നാകെ ഇവിടെ ഒത്തുചേർന്ന് എടുക്കാൻ പോകുന്ന പ്രതിജ്ഞ എന്തെന്ന് കേൾക്കാൻ വീശി പറക്കണ കാറ്റും കാതോർത്ത് നിൽക്കണം. ആണ്ടുകളായി നമുക്ക് വേണ്ടതെല്ലാം ഈ കാട തന്നോണ്ടിരുന്നേ. കാട്ടിലെവിടെ വേണമെങ്കിലും പോകാം, വരാം, ഇര തേടാം, കാട്ടുകനികളും തേനും ശേഖരിക്കാം. കാട്ടിൽ നിന്ന് കിട്ടണതിനൊരു പങ്ക് നാട്ടുതമ്പിരാക്കൾക്ക് കാഴ്ച കൊടുത്തിപ്പം കാട് നമ്മുടേതല്ല അവരുടേതെന്നായി. പോകെ ഈ കാട്ടിൽ നിന്ന് നാം കുടിയിറക്കപ്പെടും. അങ്ങനെയൊരു ആപത്തിന്റെ ഇരകളാകാൻ നമ്മ നിന്ന് കൊടുക്കണോ? ഈ കാടും കാടകവും കാട്ടുസമ്പത്തും കൊള്ളയടിക്കാൻ നമ്മ വിട്ടുകൊടുക്കണോ? അതിനായി ചെറുത്തുനിൽപ്പ് വേണ്ടേ? പോരാട്ടം വേണ്ടേ? അവസാന ശ്വാസം വരെ പോരാടി മരിച്ചു വീഴും വരെ നമ്മൾ സാന്താൾ മക്കൾ പോരാട്ടമാണ് നമ്മുടെ പ്രതിജ്ഞയെങ്കില് ഈ ആവേശം മാത്രം പോരുകൂട്ടേ. മൂർച്ചുകൂട്ടി ആയുധങ്ങളും മടവും തന്ത്രവും വേണം. നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമാണത്. ഏറ്റുമുട്ടരുത്. ചതിയും കുതന്ത്രങ്ങളുമുള്ള വെള്ളക്കഴുകന്മാരോടാണ്. അവരുടെ തോക്കിന്റെയും പീരങ്കിന്റെയും തൂക്കുകയറിന്റെ മുന്നിൽ പേടിക്കാണ്ട് അമ്പെടുത്തെയ്യണം, വില്ലെടുത്ത് കുലയ്ക്കണം, മടുരാഗി മിനുക്കി മിന്നൽ കണക്കായി വീശണം. വെള്ളപ്പട്ടാളത്തിന്റെ നെഞ്ചും കൂടി തകരണം, തല ധരിക്കണം. കാടിന് ദാഹമകറ്റാൻ ദൂരമൂത്തവരോട് ചോര മഴയായി പെയ്യണം. ഒടുവിൽ ശിപ്പായി പട്ടാളം പേടിച്ചു പായണം. സാന്താൾ കരുത്ത് വിജയിക്കണം. വിജയിക്കണം, വിജയിക്കണം, വിജയിക്കണം. അപ്പോൾ കളി കാര്യമായി തുടങ്ങിയല്ലേ? സാന്താൾ ഗോത്രാചാര്യൻ ആ കുപ്പായ വഴിച്ചു വെച്ച് വിപ്ലവ നേതാവായി അല്ലേ? നിയമവിരുദ്ധ സംഘം ചേരൽ, ഗൂഢാലോചന, നിയമം കയ്യിലെടുക്കൽ, അക്രമാഹനം, തീവ്രവാദം, ഇതിന് വിചാരണയും വിധിയും വേണ്ട. അറ്റ സ്പോട്ടിൽ ശിക്ഷ, മരണശിക്ഷ. അതാണ് ആദ്യ ശിക്ഷാ നിർവഹണം. കലാപ നേതാവിന്റെ തലച്ചോർ തകർത്തുകൊണ്ട് ബാക്കിയുള്ളവർ പിരിഞ്ഞു പോയിക്കോ. മാവടക്ക് ഓടി ഒളിക്ക്. ഞങ്ങളിൽ ഒരാൾ പോലും എങ്ങും പോവില്ല. നാം അടക്കില്ല, ഓടി ഒളിക്കില്ല. എങ്ങളുടെ ഓജാജിയുടെ തലച്ചോർ ബ്രിട്ടീഷ് വെടിയുണ്ടാക്കി വിട്ടുതരില്ല. ഓഹോ, എങ്കിൽ കൂട്ടക്കുലി നൽകാൻ ഈ തോക്കിൻ മുന്നിലേക്ക് നിരന്നു നിന്നോ.
സൂപ്പർ സൂപ്പർ. ഹസ്തമിക്കാത്ത സൂര്യന്റെ ഒരു കിരണത്തെ കാർമേഘം മാച്ചിരിക്കുന്നു. ഒരു ബ്രിട്ടീഷ് സോൾജിയർ ആദിവാസി പേപ്പട്ടികളുടെ കടിയേറ്റ് വീരമൃത്യു വരിച്ചു. What's the reason? Tell me, Maurice. Tell me. ട്രൈബൽസിന്റെ ഭാഗത്തു നിന്നും മുമ്പ് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. നമ്മളത് അടിച്ചമർത്തിയിട്ടുമുണ്ട്. ഓർമ്മയില്ലേ ആ കാട്ടുവിഷസർപ്പത്തെ? മാജി, SS ചിൽക്ക മാജി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരെ കുലച്ച അവനെ എങ്ങനെയാണ് ബ്രിട്ടീഷ് സേന സൽക്കരിച്ചതെന്ന് ഓർമ്മയില്ലേ? കാടാകെ വളഞ്ഞ് ആ നായയെ പിടികൂടി ക്ലബർട്ടിയും ട്രാപ്പിൽ പിടിച്ചുകെട്ടി കുതിരവാലിൽ ബന്ധിച്ചു കോത്പൂർ വരെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ദേഹമാസകലം തൊലിയുരിഞ്ഞു കീറി രക്തം പൊതിഞ്ഞൊരു മാംസപിണ്ഡമായിട്ടും അവൻ ചത്തില്ല. ഒടുവിൽ ഹാൽമരത്തിൽ കെട്ടിത്തൂക്കി പരസ്യമായി കൊന്നു. അങ്ങനെ കൊന്നു കൊലവിളിക്കാൻ നോമ്പ് നോറ്റ പുതിയ മാജിമാരൊക്കെയാണ്? ആരാണ് ആ കുരയ്ക്കാതെ കടിക്കുന്ന പേപ്പട്ടികൾ? അത് 4 എണ്ണത്തിനെയാണ് നോട്ടമിടേണ്ടതെന്ന് ചെയ്യും ഇന്റലിജൻസ് റിപ്പോർട്ട്. സർ, പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ തെമ്മാടിത്തം കാട്ടി നടക്കുന്ന 2 ചെറുപ്പക്കാർ, സിദ്ധു ഖാനോ പിന്നെ ഗോത്ര പുരോഹിതന്റെ 2 പെൺമക്കൾ ഫൂലോ ജാനോ. ആണുങ്ങളെക്കാൾ കരുത്ത ആ 2 പെൺകിടാങ്ങൾക്ക്. ഓ ലേഡി ലീഡേഴ്സ്. റിപ്പീറ്റ് ദ നെയിംസ്. ഫൂലോ ജാനോ. അപ്പോൾ കുതിരവാലിൽ കെട്ടിയുള്ള മരണശിക്ഷയല്ല നൽകേണ്ടത്, നൊട്ടി നുണഞ്ഞ് നക്കി തുടച്ചു കൊല്ലണം. അവരെങ്ങനെ ബ്യൂട്ടിഫുൾ ആണോ? കായിക ശേഷിയും ആയോധന പാഠവുമുള്ള ടിൻ സിസ്റ്റേഴ്സ് ആണ് അവർ 2 പേരും. വീര്യമുള്ള നാടൻ വീഞ്ഞിനു സമാനമാണ് കറുത്ത സുന്ദരികൾ. കാട്ടുതേനിന്റെ മധുരമാണ് കറുത്ത കാടത്തികൾക്ക്. ആ കാട്ടുതേൻ പിഴിയണം, നുണയണം. കമ്പനി അറിഞ്ഞും അറിയാതെയും ട്രൈബൽസിനെ പിഴിഞ്ഞെടുക്കുന്ന ജമീന്ദാർമാരുടെയും കൊള്ളപ്പലിശക്കാരുടെയും ചോര സാന്താളുകൾ തെറിപ്പിക്കുമെന്നാണ് ന്യൂ ഇൻഫർമേഷൻ. മാപ്പാക്കണം, എല്ലാം കമ്പനിക്ക് വേണ്ടിയായിരുന്നു. പാകപ്പിഴ വല്ലതും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം എന്നും കൂടെ ഉണ്ടാവും വിശ്വസ്തരായിട്ട് തന്നെ. ഈ ജമീൻസിനോടൊപ്പം കാട് കയറ്, കാടാകെ ഇളക്ക്, വേട്ടയാട്, പീരങ്കികൾ ഗർജിക്കട്ടെ. ആ കാടത്തികളായിരിക്കണം മേജർ ബറോസിന്റെ താഴപാനീയം. കാട്ടുതേൻ, കാട്ടുതേൻ. ആ പോലീസുകാരനെ കൊന്നത് കടന്ന് കയ്യായി പോയെന്നാ തോന്നണേ. ഏങ്കക്കങ്ങനെ തോന്നണില്ല. കൂട്ടത്തിൽ ഒന്നിനെ കൺമുമ്പിലിട്ട് വെടിവെച്ചിട്ട് നോക്കി നിക്കണമായിരുന്നോ? ജമീന്ദാർമാർക്കും കമ്പനിക്കാർക്കും വീറും വാശിയും കൂടും. പടയും പടക്കോപ്പുകളുമായി ഇരച്ച് കയറും അവർ കാട്ടിലേക്ക്. അത് കണ്ടുകൊണ്ട് തന്നെയാ നമ്മുടെ ചുവടുവെപ്പ്. പോരാടി ജയിക്കാനും തോറ്റുകൊടുക്കാണ്ട് ചാവാനും നെഞ്ചു പൊലിപ്പിച്ചു തന്നെയാ സാന്താൾ കുലത്തിലെ ഓരോ ആണും പെണ്ണും വില്ലുകുലച്ചും വാള് വീശിയും നിൽക്കുന്നത്. ദിവ്യത്വം കിട്ടിയത് കൊണ്ടുള്ള ഒരു സമാധാനം. അങ്ങനെയുള്ളവർക്ക് ഉള്ള കരം കണ്ട് നെഞ്ചു വിരിയും. തോൽപ്പിക്കാനുള്ള അടവുകളൊക്കെ താനെ ബുദ്ധിയിൽ വരും എന്നൊക്കെ ഓജാജി ചൊല്ലിയിരിക്കണം. വെറും സങ്കല്പമാണത്. ആ സങ്കല്പങ്ങളിൽ മാത്രം സമാധാനം കണ്ടെത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിടും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാ ഇനി ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. എങ്കിലും എന്റെ ജ്യേഷ്ഠന്റെയും സായിപ്പന്മാരുടെയും മുന്നിൽ കമ്പനിക്ക് അനുകൂലമായി നിൽക്കുമെങ്കിലും ഉള്ളാലെ
അവരെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു ജമീന്ദാറാണ് ഞാൻ. കടൽ കടന്നു വന്ന വെള്ളക്കാരോടല്ല, ഈ മണ്ണിൽ പിറന്ന കാടിന്റെ മക്കളോടാ എനിക്കെന്നും സ്നേഹവും കൂറും. ആദ്യം മൂക്കണ് ചൊല്ലാനുള്ളതൊന്ന് വേഗം ചൊല്ലാം പ്രാളെ. എന്തേലും കുഴപ്പം ഉണ്ടാവാതിരിക്കാനാ ആരും അറിയാതെ രഹസ്യമായി ഞാൻ വന്നത്. ആ പോലീസുകാരൻ നിങ്ങളുടെ കൈകൊണ്ടാ ചത്തത്. അതിന് പകരം വീട്ടാനുള്ള വാശിയില വെള്ളപ്പട. സിദ്ധുവിനെയും കാനോയെയും പിടികൂടാനുള്ള സന്നാഹങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന് സമ്മതിക്കില്ല ഞങ്ങള്. മുഴുവനും കേൾക്കുന്നതിന് മുന്നിൽ ചാടി കയറി കൂടുതൽ കുഴപ്പങ്ങൾ വരുത്തി വെക്കരുത്. അവർ രണ്ടുപേരും ഇപ്പോ ഒറ്റ തിരിഞ്ഞ വെള്ളപ്പട നിരീക്ഷിക്കുന്നത്. ഒരാൾ ചിതലിക്കുന്നിലും മറ്റേയാൾ ഹേമന്തി പുഴയർത്തും. കമ്പനി പടയ്ക്ക് അവരെ വളഞ്ഞു പിടിക്കാൻ എളുപ്പ. മണിക്കൂറുകൾക്കകം അത് സംഭവിച്ചിരിക്കും. അതിന് ഞങ്ങള് സമ്മതിക്കില്ല. പ്രാണം പോയാലും നിങ്ങളും ഓരോ ദിക്കിലേക്ക് പോകണം. അമ്പ്രാള് ചൊല്ലണത് കേക്ക് മക്കളെ. പൂലു ഹേമന്തി പുഴയർത്തും ജാനു ചിതലിമലയിലേക്ക് പോകണം. അടുത്തെത്തി വിവരം പറഞ്ഞ് അവരെ കൂട്ടി എത്രയും വേഗം മടങ്ങണം. ഒരു നിമിഷം പോലും പാഴാക്കരുത്. വേഗം വേഗം പുറപ്പെട്. വേഗം പോ മക്കളെ, അവരെ കൂട്ടി വരും. മറക്കില്ല ഈ ഉപകാരം. കാനകമൊന്നാകെ മറക്കില്ല. മനുഷ്യരെ പോലെ കാട്ടുമക്കളുടെ പ്രാണന് വിലയുണ്ടെന്ന് തോന്നണ ഈ അമ്പ്രാളെ ദൈവത്തെ പോലെ കാണണ്. എങ്ക മറക്കൂല. ഒരു ദൈവവും മറക്കാതിരിക്കലും ദൈവമാവാനും മറക്കാതിരിക്കാനും ഞാൻ പുണ്യപ്രവൃത്തിയല്ല ചെയ്തത്. നിങ്ങൾക്ക് ഗുണകരമായതുമല്ല. ഗുണവും നേട്ടവും ജമീന്ദാർമാർക്ക് സായിപ്പിന്റെ ആവശ്യവും ആഗ്രഹവും നിറവേറ്റി കൊടുത്തതിന് മനസ്സിലായ നിന്റെ ക്രാത്തികളിലൊന്നിനെ സായിപ്പിന്റെ മുന്നിലെത്തിക്കാൻ കെണിയൊരുക്കിയതായി ദൈവം. ഇന്ന് രാത്രി ബറോസ് എന്ന സായിപ്പ് ഞെക്കി പിഴിഞ്ഞൂറ്റിയെടുക്കും. അതായിരിക്കും ബറോസ് സായിപ്പിന്റെ അത്താഴപ്പാനീയം. മഹാരണം നായൻ. എന്റെ കൂടപ്പിറപ്പ് ഇങ്ങനെ വില്ലുകുലച്ചോളാ നീ. എന്റെ നേരെ വാളോങ്ങിയതാ നിന്റെ കിടാത്തികൾ. എല്ലാത്തിനും കൂട്ടിച്ചേർത്തൊരു സമ്മാനം. അങ്ങനെ കണ്ടാ മതി. എന്റെ മക്കളെ ഒറ്റിക്കൊടുത്തവനെ, ഈ കൊടും ക്രൂരതയ്ക്കുള്ള കൂലി നീ കൈപ്പറ്റുന്നതിന് മുമ്പേ അവരുടെ അമ്മ ചെയ്യുന്ന പ്രാചിത്വം നിന്റെ മരണം. എന്ന പാഴ്ജന്മത്തിന്റെ പെടുമരണം. മക്കളെ,
കൊണ്ടുപോയി വലിച്ചെറിയ ചിതലിമലയിൽ തന്നെ ആ കൊടിച്ചിയുടെ ശവം. എന്താണ് നമ്മുടെ സേനയ്ക്ക് സംഭവിച്ചത്? കാടരുടെ അമ്പിനും വില്ലിനും മുമ്പിൽ ബ്രിട്ടീഷ് സേനയ്ക്ക് അടിയറവ്. ഇതിൽ പരം അപമാനകരമായി മറ്റെന്താണുള്ളത്? സാന്താലുകളുടെ പോരാട്ടം വളരെ തന്ത്രപരമായിരുന്നു. കാട് വളഞ്ഞ് അവരുടെ താവളത്തിലെത്തി ഷൂട്ട് ചെയ്യാനുള്ള നമ്മുടെ തന്ത്രം ഫെയിലിയറായി. സഡൻ അറ്റാക്ക് ആയിരുന്നു അവരുടേത്. മലമുകളിൽ മറഞ്ഞിരുന്നായിരുന്നു അവർ നമ്മുടെ സൈന്യത്തെ അമ്പെയ്ത് വീഴ്ത്തിയത്. സാന്താൽ പടയിൽ എത്ര പേരുണ്ടെന്ന് സ്റ്റഡി ചെയ്യണം. ഏകദേശം 20,000 പേരുണ്ടെന്ന നിഗമനം. കൂടുതൽ സൈന്യത്തെ വിന്യസിക്കണം. ബൈ ദ വേ, കാടിനകത്തേക്ക് കടക്കാനുള്ള എളുപ്പമാർഗങ്ങൾ കണ്ടെത്തി തരാമെന്നും കൂടെ ഒപ്പം നിൽക്കാമെന്നും പറഞ്ഞിരുന്ന ജമീന്ദാർമാർ എവിടെ? സാന്താളുകൾ ജമീന്ദാർമാരുടെ ബംഗ്ലാവ് നേരത്തെ ജമീൻസിനെ കൊലപ്പെടുത്തി. അവശേഷിക്കുന്ന ജമീൻസ് എല്ലാം ഭയന്ന് പിന്മാറി. ബ്രിട്ടീഷ് പീരങ്കികൾ ഭോഗാക്കാട്ടിലേക്ക് മുഴുവനായും കുതിക്കട്ടെ. ഒറ്റയിലെത്തരുത്. തന്ത്രപരമായി അവരുടെ ലീഡേഴ്സിനെ പിടിച്ച് ഒന്നും അകത്ത് കെട്ടിത്തൂക്ക്. ആ ബോഡികൾ കാറ്റത്തിളകി ആടണം. എന്താണ് അവരുടെ പേര്? സിദ്ധു ഖാനോ? ആ 2 കാട്ടുജന്തുക്കൾ ചത്താൽ മറ്റുള്ളവരുടെ വീര്യം താനെ കെട്ടടങ്ങും. പയറ്റി തെളിഞ്ഞ മറ്റൊരുത്തി കൂടെയുണ്ട് സാന്താൽ പടയിൽ. അവളാണ് പെൺപടയ്ക്ക് തന്ത്രങ്ങൾ മെനയുന്നത്. തീർക്കണം ആ കൊടിച്ചിയെ. മോറീസ്, നമുക്കും വേണം തന്ത്രം. ഭോഗാക്കുന്നിന് മുകളിൽ ഉയരണം ഒരു കൂറ്റൻ ടാങ്ക് ഇന്നു രാത്രി തന്നെ. ബ്രിട്ടീഷ് പീരങ്കികൾ ഭോഗാക്കാട്ടിലേക്ക് വാതുറക്കട്ടെ. ആടാകെ ചുട്ടരിച്ച് പെയ്യട്ടെ അഗ്നി പേമാരി. തീതുപ്പുന്ന പീരങ്കികൾക്ക് മുൻപിൽ വെന്തുരുകട്ടെ ആ കാട്ടുജന്തു പോരാളിക്കൂട്ടങ്ങൾ. രാത്രി തന്നെ ഒരു മുട്ടം ചിലക്കുഴി കെട്ടിപ്പൊക്കി അതിൽ നിലയുറപ്പിച്ചു. ഇഴക്കിന്ന് തോക്കി തുരുതുരാ വേടി വെച്ചപ്പോ പിടിച്ചു നിൽക്കാനായില്ല നമുക്ക്.
ഏടി മൂക്കട് എന്തെങ്കിലും ചൊല്ലു മുത്തമ്മ. സാന്താൾപ്പട മുന്നേറി എന്ന് പറഞ്ഞ നിന്നെ ചോരയൊലിപ്പിച്ച് ഈ കോലത്തിൽ കണ്ടപ്പോ ഉള്ളിൽ ഉറപ്പിച്ചു സാന്താളുകൾക്ക് നാശം പിണഞ്ഞുവെന്ന്. ജീവൻ പോകാത്തവരായി ആരുണ്ട് പറയേ? ഓ മരാക്കുരു യമുന യമുന, 100 വെള്ള നായ്ക്കളെ അമ്പിന്റെ ശൗര്യത്തിൽ പിടപ്പിച്ചു കൊന്നു ഞങ്ങൾ. ഞാനും ബാഹായും അവസാനം ഞാൻ ഏറ്റുവാങ്ങി ഉദരം വേദിച്ച വെള്ളവെടിയുണ്ട്. ദൈവങ്ങളെ, ഈ പാവത്തിനൊരു ആപത്തും വരുത്തല്ലേ. എന്റെ മരണം ഉച്ചിമേലെ ചുറ്റിടേ. ഞങ്ങളെ വിട്ടു പോവല്ലേ. എന്റെ മരണമല്ല നിങ്ങളെ കടലുപോലെ കരയിക്കേണ്ടത്. അവരെ കുറിച്ചോർത്ത അവരും പീരങ്കി വെടിയുള്ളേറ്റ് ചോരവാർന്നു വിലപ്പതിച്ചു. ഗോത്രത്തിന്റെ ചുളക്കുട്ടികൾ, സന്താൾ വംശത്തിന്റെ പ്രതീക്ഷകൾ, സിദ്ധുവും കാലോയും ചാവിലും പിരിയാത്ത ഇളയായി മൂലോയും മരാക്കുരു ഓജാജി. കരിങ്കാഴ്ചകൾ കണ്ട് ചങ്ക് പൊട്ടാൻ തന്ന പാപമാണോ എന്റെ കണ്ണ്? കണ്ണുനീർ പെയ്യിക്കാൻ ഉടയോൻ തന്ന കരിമേഘമാണോ എന്റെ കണ്ണുകൾ? കാടകം കാക്കാൻ ഇറങ്ങിയ കാടിന്റെ കിടാത്തർക്കെല്ലാം ചാവവിധി തന്ന കാടമ്മേ, നീയും പെടഞ്ഞ ചാവ്. കാടിന്റെ ചാക്കോലം കാണാൻ ഏന് വയ്യ, ഏനി കാഴ്ച വേണ്ട. എന്റെ കണ്ണുകൾ എന്നിൽ നിന്നും ബലിയായി തിരിച്ചെടുക്ക കാടമ്മേ. ഈ അമ്പുകൾ കൊണ്ട് കണ്ണുകൾ കുത്തി കീറി ബലി തരണം കാടമ്മേ. എന്റെ ദൈവേ, പഞ്ച
പഞ്ചഭൂത പെരുമാളെ പെരുമാളെ കാട് കേഴണത് കാറ്റ് കേഴണത് കാട് കേഴണത് കാറ്റ് കേഴണത് കാട്ടുമക്കളുടെ കണ്ണുനീരിന് ചങ്കു വീഴ്ത്തും ചോര നീരിന് കാട്ടുമക്കളുടെ കണ്ണുനീരിന് ചങ്കു വീഴ്ത്തും ചോര നീരിന് കാലമേ കലികാലമേ കാടുകടലാവും 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 കാടുകടലാവും. ജമുന, കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച ജമുന, കണ്ണില്ലാത്ത കാലത്തിന് നേരെ കാർക്കിച്ചു തുപ്പിയ സ്ത്രീത്വമേ, നീ ഒരുവളല്ല, ഒരു വംശമാണ്, ഒരു വംശം. വ്യവസ്ഥിതികളുടെ ഗോപുരങ്ങൾ തീർക്കാൻ ദുശ്ശാസനന്മാർക്കെന്നും അടിച്ചമർത്തപ്പെട്ടവരുടെ ചോര വേണമായിരുന്നു. മനുഷ്യരുടെ ബലികുടീരങ്ങൾക്ക് മുകളിൽ ചിരിച്ച് ചിരിച്ച് ചിറകമുളപ്പിക്കുന്നു എപ്പോഴും കഴുതപ്പുലികൾ. പോരാട്ടങ്ങളെ അടിച്ചമർത്തുന്നവർ വിപ്ലവ വിചാരണയിൽ അതിനെ കുറ്റകൃത്യമാക്കുന്നു. പക്ഷേ നിങ്ങൾ അറിയുക, 40 പേർ 40 കോടിയായി പെരുകും. നിങ്ങൾ ഓർക്കുക, അവർ യുദ്ധം പ്രഖ്യാപിക്കും. അവർ നാളെയുടെ പ്രക്ഷോഭത്തിന്റെ കടന്നലുകളാവും, കാട്ടു കടന്നലുകൾ.